കണ്ണൂരിലെ കേരള കർണാടക അതിർത്തിയിൽ കൃഷി നശിപ്പിച്ചും ഭവന നിർമ്മാണം തടഞ്ഞും കർണാടക വനംവകുപ്പിന്റെ പ്രകോപനം. അയ്യൻകുന്ന് പാലത്തുംകടവ് നിവാസികളാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ ഉള്ളതിപ്പോൾ. അതിക്രമം പരിധി വിട്ടതോടെ ജനകീയ സമിതി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എല്ലാ രേഖകളുമുള്ള കേരളത്തിന്റെ ഭൂമി, അവിടെയാണ് കർണാടക വനം വകുപ്പിന്റെ കടുംപെട്ട്. വൈകാരികതയ്ക്കല്ല, മറിച്ച് പ്രായോഗികമായ പരിഹാരത്തിന് ഇനിയും വൈകിക്കൂടാ. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന ബാരാപ്പോൾ പുഴയോരം അയ്യൻകുന്ന് വില്ലേജിൽ നികുതിയടയ്ക്കുന്ന കേരളത്തിന്റെ ഭൂമി. കൃഷിയിടത്തിലെ കാട് വെട്ടിത്തെളിക്കാൻ പോലും കർണാടക വനം വകുപ്പ് സമ്മതിക്കില്ല. പ്രദേശത്തെ താമസക്കാരനായ നടുവിലെ കിഴക്കയിൽ വിശ്വനാഥന്റെ വീട് നവീകരണം പോലും തടഞ്ഞു. ഇതോടെ മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് താൽക്കാലിക സംവിധാനം ഒരുക്കേണ്ടി വന്നു. അവിടം കൊണ്ടും തീർന്നില്ല. കൃഷിഭൂമിയിലെ മരച്ചീനി കൃഷി പിഴുതെറിഞ്ഞ് നശിപ്പിച്ചു. പ്രദേശത്തെ 15 ഏക്കറിലെ 4 കുടുംബങ്ങൾ തുടർച്ചയായ ഭീഷണി നിമിത്തം എല്ലാം ഉപേക്ഷിച്ചിറങ്ങി. എല്ലാ രേഖകളും ഉണ്ടെങ്കിലും വഴങ്ങാൻ കർണാടക വനം വകുപ്പ് തയ്യാറല്ല. നമ്മൾ പറഞ്ഞത് ഇതൊരു ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. ആ ഒരു പ്രശ്നത്തെ ശാശ്വതമായിട്ടൊരു പരിഹാരം ആവശ്യമാണ്. ആ പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പറമ്പ് അല്ല നമ്മളുടെ കൃഷിയിടങ്ങൾ അവിടെ നമുക്ക് യഥാവിധി കൃഷി ചെയ്യാനും അവിടെ ധൈര്യത്തോടും ആത്മാഭിമാനത്തോടും ജീവിക്കാനായിട്ട് ജനത്തിന് പറ്റണം. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് നമ്മൾ കളക്ടറോട് ആവശ്യപ്പെട്ടു. കളക്ടർ നമ്മുടെ മടിക്കേരി ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ തീരണമെങ്കിൽ സംസ്ഥാന തലത്തിൽ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകണം. അയ്യൻകുന്നിലെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഒത്തുചേർന്ന് കൃഷി പുനരാരംഭിച്ചത് തടയാനും വനപാലകർ ശ്രമിച്ചു. മാക്കൂട്ടം ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലെ കൃഷിഭൂമിയും വീടുകളും മാത്രമല്ല, കേരളത്തിന്റെ ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ വരെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കർണാടക. ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി അത് കഴിഞ്ഞ വർഷം അതിൻ്റെ ഉൽപ്പാദനത്തിൽ സർവ്വകാല റെക്കോർഡായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു, നല്ല റെക്കോർഡ്, നല്ല ഇത് നമുക്ക് പ്രോഫിറ്റായിട്ട് പോകുന്ന പദ്ധതിയാണ്. ഇതുപോലും കർണാടക സർക്കാരിൻ്റെ ആകുന്നൊരു സ്ഥിതിവിശേഷമുള്ളത്. അപ്പോൾ നമ്മളിതെല്ലാം ഒഴുകിപ്പോയതിന് ശേഷം നമ്മൾ ചെറുകിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഈ സമയത്ത് ഞങ്ങളുടെ ചെയ്യുന്നത് പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി വേണ്ടത് ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലാണ്. അല്ലാതെ ഇതിനകത്ത് വേറൊരു പരിഹാരം ഞങ്ങൾ കാണുന്നില്ല. ആധാരവും പട്ടയവും നികുതിയടയ്ക്കുന്ന രേഖകളുമെല്ലാം ഉണ്ടായിട്ടും പതിറ്റാണ്ടുകൾ അധിവസിച്ച ഭൂമി പ്രദേശവാസികൾക്ക് അന്യമാവുകയാണ്. ഇടപെടൽ ആവശ്യപ്പെട്ട് അയ്യൻകുന്ന് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ സംസ്ഥാനത്തിന് സ്വന്തം അതിർത്തിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണം. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥതല ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ ഭരണതലത്തിൽ കൂടുതൽ ഇടപെടലുകൾ വേണം. അരുൺ ഹൂണികനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. നാട്ടുകാർക്ക് മനസ്സിലാകാത്തത് ഒരു കാര്യമാണ്. കേരളത്തിലെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കർണാടക സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? നാട്ടുകാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. കർണാടക വനംവകുപ്പിൻ്റെ ഭീഷണി ഭയന്ന് 4 കുടുംബങ്ങൾ ഇതിനോടകം വീടും സ്ഥലവും ഉപേക്ഷിച്ച് നാട് വിട്ടു കഴിഞ്ഞു. ശേഷിക്കുന്നവർ സ്വന്തം ഭൂമിക്കായുള്ള പോരാട്ടം തുടരുകയാണ്. വളരെ സങ്കടത്തിലാണ് അവർ. അവരുടെ പ്രതിഷേധ സ്വരങ്ങൾ നമുക്ക് കേൾക്കാം. അവർ പറയുന്ന പുഴ വരെ അവരുടെയാണ്, പുഴയുടെ നടുവ് വരെ അവരുടെയാണ്. 2022 വരെ ജനങ്ങൾ അതിലെ പോകുന്നതിന് തടസ്സമില്ലായിരുന്നു. ഇപ്പോൾ പുതിയ റേഞ്ചറും ഫോറസ്റ്റുകാരും ഒക്കെ വന്നതിന് ശേഷമാണ് ഈ തടസ്സങ്ങളെല്ലാം വന്നത്. ഒരാളെയും അവർ മാക്കൂട്ടത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇവരുടെ ഒരു ബന്ധുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾക്കാർക്കും ഈ വീട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ വീടൊഴിഞ്ഞ് താമസം ഇവർ ഇപ്പോൾ പുഴയ്ക്കക്കരെ ചെറിയ ചെറിയ വീടുകളെടുത്ത് ആണ് പലരും താമസിക്കുന്നത്. നമ്മൾ സർക്കാർ ലെവലിൽ ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഗ്രാമപഞ്ചായത്തിന് ഒരു പരിധിയുണ്ട്, ജില്ലയ്ക്കോ ഒരു പരിധിയുണ്ട്. എന്ത് വില കൊടുത്തും നമ്മൾ നമ്മുടെ ഭൂമി സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് പഞ്ചായത്തിനും സംസ്ഥാനത്തിനും എല്ലാത്തിനും ഉണ്ട്. അവിടെ ചെന്നിട്ടും അവരുടെ ധാർഷ്ട്യമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ അവർക്കെന്തും ചെയ്യാം, നമ്മൾ പാവപ്പെട്ട കേരളക്കാർ എങ്ങനെയാലും ജീവിച്ചോ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള ധാർഷ്ട്യ സ്വഭാവമാണ് ആ ഫോറസ്റ്റുകാരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
ഇപ്പോൾ യൂട്യൂബിൽ ഗീവർ ബ്ലോഗ്സ് പറയുന്നത് അധികാരി വർഗം എന്ന് SKN പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ജനങ്ങളെയും വേർതിരിക്കാനാണ്. ഇത് ബ്രിട്ടീഷ് സാധ്യതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടുപേരെയും രണ്ടറ്റത്ത് നിർത്തി കളി പിടിപ്പിക്കുക. എൻ്റെ സുഹൃത്തെ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. അധികാരി വർഗം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുകിൽ പൊതുപ്രവർത്തകർ, അതായത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാർ, അതല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ്. ഇത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആരായാലും പൊതുജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് കിട്ടണം. ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷ് പോളിസി നടപ്പിലാക്കി ജനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും രണ്ട് തട്ടിലാക്കി അംഗത്തിന് പ്രേരിപ്പിച്ച് യുദ്ധം ചെയ്ത് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. ശ്രീജ സഹിത്ത് പറയുന്ന കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലാണ്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആളുകളും ആശ്രയിച്ചിരുന്ന ഈ ആശുപത്രി ഇപ്പോൾ ദയനീയമായ അവസ്ഥയിലാണ്. അടിയന്തരമായി ഇതിനകത്ത് സർക്കാർ ഇടപെടണം എന്ന് പറയുന്നു. രാജേന്ദ്രൻ വയല പറയുന്നത് രാഷ്ട്രീയ അതിപ്രസര വാർത്തകൾക്കിടയിൽ ജനകീയ പ്രശ്നങ്ങൾ വാർത്തയാവുന്നില്ല. നികുതി ചോർച്ചയും വിലക്കയറ്റവും കാരണം ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടാകുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി പറയുന്നു, നമ്മുടെ സുഹൈൽ CK അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പ്രവാസികൾക്ക് ഇപ്പോൾ ചാകര കാലമാണ്. നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ഒരുപാട് ആളുകൾ ഓഫറുമായിട്ട് വരും. ടിക്കറ്റും പൈസയും ഒക്കെ കിട്ടും. കാര്യം കൂടെ കുറച്ച് സ്വർണം കൊണ്ടുപോയാൽ മതി. പ്രവാസികൾ അങ്ങനെ കരിയർമാരെ അന്വേഷിക്കുന്ന പല ആളുകളും ഇപ്പോൾ എയർപോർട്ടിൽ കണ്ടുമുട്ടാറുണ്ടെന്നാണ് സുഹൈൽ CK പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സംശയം തോന്നുന്ന ഒരു സാധനം നിങ്ങളെ ഏൽപ്പിച്ചാൽ വിമാനത്തിൽ കയറുന്ന സഞ്ചാരികൾ ഒരിക്കലും അത് എന്താണെന്നറിയാതെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. അങ്ങനെ കൊണ്ടുപോയി ആപത്തിലായിട്ടുള്ള പല മലയാളി സുഹൃത്തുക്കളും ലോകത്തിലെ പല ജയിലുകളിലും കിടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പം നിങ്ങളങ്ങനെ കൊണ്ടുപോകാനുള്ള ബാധ്യത നിങ്ങൾക്കില്ല. സമ്മർദ്ദം ചെലുത്തിയാൽ പോലും നിങ്ങൾ അതിൽ നിന്ന് ഒഴിയുന്നതാണ് നിങ്ങളുടെ തടിക്ക് നല്ലത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.